വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിലേക്ക് അതുപോലെ തന്നെ തോമസ് ചാണ്ടിക്കും ഒന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് കെ ടി ജലീലിനുള്ളത്? ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും LDFന്റെയും ഈ ഗവൺമെന്റിന്റെയും CPMന്റെയും ധാർമ്മികതയുടെ ബാറ് 6 മീറ്റർ ഉയരത്തിലല്ല, പാതാളത്തിൽ കുഴിച്ചു മൂടിയിരിക്കുകയാണ് എന്നുള്ളതാണ് പറയേണ്ടതായിട്ട് വരുന്നത്. അത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. യൂത്ത് കോൺഗ്രസിന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ: ഒന്ന്, എന്തുകൊണ്ട് EP ജയരാജനും ശശീന്ദ്രനും തോമസ് ചാണ്ടിക്കും ഒന്നും ലഭിക്കാത്ത സംരക്ഷണം KT ജലീലിന് ലഭിക്കുന്നു? 2, ഇത് പ്രതിപക്ഷമോ കേരളത്തിലെ മാധ്യമങ്ങളോ നിങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങളല്ല. ഈ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതും ഈ ചട്ടലംഘനവും നിയമലംഘനവും നടന്നു എന്നുള്ളതും കേരളത്തോട് ആദ്യം വിളിച്ചു പറയുന്നത് ഈ മന്ത്രിയുടെ സ്വപ്നയുമായിട്ടുള്ള ഇടപാടുകളുടെ പേരിലുള്ള സ്ക്രീൻഷോട്ടും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളും തന്നെയായിരുന്നു. FCRA ആക്ട് പ്രകാരം 1 ലക്ഷത്തിലധികം രൂപ വരുന്ന സഹായം ഈ മന്ത്രിക്ക് വിദേശ രാജ്യത്തിൽ നിന്ന് സ്വീകരിക്കാൻ നിയമപരമായി സാധിക്കുമോ ഇല്ലയോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയണം. രാജ്യത്തിനറിയാം ഇല്ല എന്നുള്ളത്. സിയാപ്പിന്റെ സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ വന്നു എന്ന് പറയപ്പെടുന്ന പാർസലിനെ കൈകാര്യം ചെയ്യാൻ ഈ ഗവൺമെന്റ് രേഖാമൂലം ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടോ? സിയാപ്പിന് അങ്ങനെ ഒരു ബാധ്യതയുണ്ടോ? ഇല്ല എന്ന് ചട്ടങ്ങൾ പറയുന്നുണ്ട്. ഒരു പാർസലിനകത്ത് ഖുർആനാണ് എന്ന് മന്ത്രി തന്നെ അവകാശപ്പെടുന്നത് ഒഴിച്ചു നിർത്തിയാൽ ഈ ഖുർആൻ അയക്കൽ ഞങ്ങളുടെ പോളിസിയുടെ ഭാഗമല്ല എന്ന് UAEയും കോൺസുലേറ്റും പറയുന്നു. ഇങ്ങനെ ഒരു ബാഗേജ് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ളത് കസ്റ്റംസ് പറയുന്നു. ഇങ്ങനെ ഒരു ബാഗേജ് ക്ലിയർ ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടില്ല എന്ന് പ്രോട്ടോകോൾ ഓഫീസറും പറയുന്നു. ഈ 3 നിയമ സംവിധാനങ്ങളെയും മറികടന്ന് എന്തിനാണ് ശ്രീ KT ജലീൽ ഖുർആന്റെ പേര് പറഞ്ഞ് കിലോ കണക്കിന് തൂക്കം വരുന്ന ഈ പാർസൽ കൈപ്പറ്റിയത്, അതിന്റെ വിതരണത്തിന് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഉത്തരവുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി മറ്റേതെങ്കിലും സർക്കാരിന്റെ കാലത്തായിരുന്നു ഇത്തരം ഒരു കേസിനകത്ത് അകപ്പെട്ടിരുന്നതെങ്കിൽ എന്തായിരുന്നു പിണറായി വിജയന്റെ സ്റ്റാൻഡ്? അദീബിന്റെ നിയമനം വന്നപ്പോഴും ജയരാജന്റെ കാര്യത്തിലും ജലീലിന്റെ കാര്യത്തിലും 2 നീതി. സർവകലാശാലയുടെ മാർക്ക് ദാനം വന്നപ്പോഴും ശശീന്ദ്രന്റെയും തോമസ് ചാണ്ടിയുടെയും കാര്യത്തിലുള്ളതിന് വ്യത്യസ്തമായ നീതി. KT ജലീലിന് മാത്രം എന്തുകൊണ്ട് പിണറായി വിജയൻ ഈ അൺഡ്യൂ പ്രൊട്ടക്ഷൻ, അനർഹമായ സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് കേരളത്തിന് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഞങ്ങൾ ന്യായമായും മനസ്സിലാക്കുന്നത് ഈ ഇടപാടുകൾ ഈ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ തുടങ്ങിയതാണ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നും അതിൽ കൃത്യമായ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ KT ജലീൽ എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ജലീലിനെ ഭയക്കുന്നത്. അതോ ഇന്ന് ജലീലിനെയാണ് ചോദ്യം ചെയ്തതെങ്കിൽ നാളെ ആ ചോദ്യം ചെയ്യൽ തന്നിലേക്കും വരുമെന്ന മുഖ്യമന്ത്രിയുടെ ഭയം കൊണ്ടാണോ ജലീലിന് ഈ സംരക്ഷണം കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം. ഒളിച്ചും തലയിൽ മുണ്ടിട്ടും സ്വകാര്യ വാഹനത്തിലും കേരളത്തിലെ മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാതെ EDയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവേണ്ട അവസ്ഥ എന്തുകൊണ്ടൊരു മന്ത്രിക്ക് വന്നു? എന്നിട്ട് വൈകുന്നേരം ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പോലും പച്ചയ്ക്ക് പറഞ്ഞാൽ കള്ളം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ സംപ്രേഷണം ചെയ്തു. ആ മാധ്യമങ്ങളോട് പോലും അങ്ങനെ പറഞ്ഞിട്ട് വൈകിട്ട് ഫേസ്ബുക്കിൽ സത്യം മാത്രമേ വിജയിക്കൂ എന്ന് പോസ്റ്റ് ഇട്ടതുകൊണ്ട് കാര്യമുണ്ടോ? എന്താണ് ഇവർ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത്? ഇതിന്റെ ദുരൂഹത വർദ്ധിക്കുകയാണ്. സിയാപ്പിന്റെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ കീപ്പ് ചെയ്യുന്ന ലോഗ് ബുക്ക് എന്തുകൊണ്ട് ഈ വിതരണത്തിന്റെ കാര്യത്തിൽ അവിടെ കീപ്പ് ചെയ്യുന്നില്ല?
ഇതിന്റെ വിതരണത്തിന് വേണ്ടി എടുത്തു എന്ന് പറയപ്പെടുന്ന വാഹനത്തിന്റെ മാത്രം GPS തൃശൂരിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? ഇതിലൊരു വാഹനവും സിയാപ്റ്റിന്റെ ഡയറക്ടറുടെ വാഹനവും ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്ത് എന്ത് ക്ലാരിറ്റിയാണ് ഗവൺമെന്റ് മറുപടിയായി? ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനം നടത്തുകയാണ്. കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം തുടരുന്നുണ്ട്. പ്രതിപക്ഷത്തെ പാർട്ടികളും നേതാക്കളും അതിശക്തമായിട്ടുള്ള